ഫോൺ എടുത്തപ്പോൾ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു 2-3 സ്റ്റെപ്പ് നടന്നു പോയി, പിന്നെ ഓടി ഇവിടുന്ന് രക്ഷപ്പെട്ടു. പറയാം മോളെ, ഇവിടെ ക്യാഷായിട്ട് തന്നെ ഉണ്ടെന്ന്, ഇവിടെ ക്യാഷായിട്ട് തന്നെ ഉണ്ടെന്ന്, ഇവിടെ ക്യാഷായിട്ട് തന്നെ ഉണ്ടെന്ന് നോക്കാൻ, ഇവിടെ നോക്കാം. ഇത്രയും തോന്നുന്നു. ഇരിക്കുന്ന മറ്റതല്ലേ? 7,500 ഉണ്ടോ നോക്കി. 7,500 ഇപ്പം തന്നെ ഇന്നലെ തന്നെ ഒരാൾ കുറച്ച് പേര് 5-6 പേര് ബക്കറ്റ് പിരിവുമായിട്ട് വന്നു. അതിന് തൊട്ട് തലേന്ന് സാധനങ്ങൾ മതിയെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നു. ഇപ്പം ഞാനും 5 പേരെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കും തരും ആൾക്കാർ. അതിനൊരു നിയമവ്യവസ്ഥകളില്ല. അതിനൊക്കെ ഒരു നിയമവ്യവസ്ഥകൾ വരേണ്ടത് ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ. വയനാട്ടിലെ മഹാദുരന്തത്തിൻ്റെ പേരിൽ നാട് മുഴുവൻ അഭിനവരക്ഷകന്മാർ അരങ്ങുവാഴുകയാണ്. ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും പണവും വിലപിടിപ്പുള്ളതും നഷ്ടപ്പെട്ടേക്കും. ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കേണ്ടതും ഒപ്പം നിർത്തേണ്ടതും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ്. എന്നാൽ കടുത്ത വറുതിക്കാലത്തും അധ്വാനിച്ച് പ്രയാസപ്പെട്ടുണ്ടാക്കുന്ന പണം ദേഹം വിയർക്കാതെ ഇത്തരക്കാർ കൈക്കലാക്കിയേക്കാം. നാട്ടുകാരുടെ പണവും ഉൽപ്പന്നങ്ങളും കൊണ്ട് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനും പ്രശസ്തിക്കും വേണ്ടി വരുന്നവരാണ് ഏറിയ പങ്കും. ഇതിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയുക തന്നെ വേണം. പ്രത്യേകിച്ചും വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ തട്ടിപ്പിനിരയാവുന്നത്. ജീവനക്കാർ കടയുടമയോ മാനേജ്മെൻറ്റുമായോ ചോദിച്ച് ക്രോസ് ചെക്ക് ചെയ്യാതെ ഒരിടപാടും നടത്താൻ അനുവദിക്കരുത്. സ്ത്രീ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരക്കാർ പെട്ടെന്ന് കള്ളത്തരം കാട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ രസീതോ ആളുകളോ എത്താതെ ഒരു വിധത്തിലുള്ള സംഭാവനകളും നൽകാൻ തയ്യാറാവരുത്. കുണ്ട്രയിലെ മെഡിക്കൽ സ്റ്റോർ വ്യാപാരിക്ക് ഇത്തരത്തിൽ പണം നഷ്ടമാകാഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇത് ആശ്രയ കമ്മ്യൂണിറ്റി ഫാർമസി ആശുപത്രിമുക്ക് എന്നുള്ള സ്ഥാപനത്തിൽ, എൻ്റെ സ്ഥാപനത്തിൽ നടന്നൊരു സംഭവമാണ്. ഇത് വേറെ ആർക്കും ഇങ്ങനൊരു സംഭവം, ഒരു അബദ്ധം പറ്റരുത് എന്നുള്ള രീതി കൊണ്ടാണ് ഇപ്പോൾ പലവിധം കേരളത്തിൽ തന്നെ വലിയൊരു ദുരന്തമുണ്ടായി. അതിനെ മുതലെടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട പലവിധമായുള്ള രീതിയിലുള്ള ചീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇന്നലെ തന്നെ ഒരാൾ കുറച്ച് പേര് 5-6 പേര് ബക്കറ്റ് പിരിവുമായിട്ട് വന്നു. അതിന് തൊട്ട് തലേന്ന് സാധനങ്ങൾ മതിയെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നു. അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ളിടത്ത് എത്തിച്ചേരണം. ഇതിനൊന്നും നമ്മുടെ നാട്ടിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റമില്ല. ഇത് നമ്മളിവിടെ ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ പലരും വരുന്നുണ്ട്. അത് ആര് ചോദിച്ചാലും, ഇപ്പം ഞാനും 5 പേരെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കും തരും ആൾക്കാർ. അതിനൊരു നിയമവ്യവസ്ഥകളില്ല. അതിനൊക്കെ ഒരു നിയമവ്യവസ്ഥകൾ വരേണ്ടത് ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ. ഇന്ന് തന്നെ നടന്നത്, ഒരു നമ്മുടെ സ്റ്റാഫ് ഇരുന്ന് അപ്പോൾ ഉച്ച കഴിഞ്ഞ് തിരക്ക് ഒഴിഞ്ഞ സമയത്ത് ഒരാൾ വന്ന് മാസ്ക് ഉടൻ വരെ മൂടിക്കൊണ്ടൊരാൾ വന്നിട്ട് വയനാടിനെക്കുറിച്ചും ചാറ്റും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് പുള്ളിക്കാരൻ പോയി. എന്നിട്ട് എൻ്റെ ഒരു ഡൗട്ട്, ക്യാമറ പോലും പുള്ളി നോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്ന് ആദ്യം. എന്നതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി പിന്നെയും വന്നു. എന്നിട്ട് ജെയ്സൺ എന്നുള്ളൊരാൾ ഇങ്ങനെ ചാറ്റിക്ക് വേണ്ടി ഇവിടെ 16,500 രൂപയോളം ഇവിടെ കൊണ്ട് തരും. അതിനകത്തുനിന്ന് ആ പൈസ ഇവിടുന്ന് മോലാളി പറഞ്ഞു അത് ഇവിടുന്ന് മേടിക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ സ്റ്റാഫിനോട് സംസാരിച്ചു. അതിന് ശേഷം സ്റ്റാഫ് ഉടനെ മോലാളിയെ വിളിക്കുന്ന പോലെ, എന്നെ വിളിക്കുന്ന പോലെ ഫോൺ എടുത്ത് ഒരു നമ്പരെങ്ങാണ്ട് കുത്തി ഉടനെ വിളിക്കുന്ന പോലെ അങ്ങനെ എന്നിട്ട് സ്റ്റാഫിൻ്റെ പേരുമൊക്കെ ചോദിച്ച് എന്നോട് പറയുന്ന പോലൊക്കെ ഒരു ആക്ഷനൊക്കെ കാണിച്ച്, അത് വീഡിയോയിൽ വ്യക്തമായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുണ്ട്. അതിനുശേഷം 7,500 മതി എന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്തു. മുതലാളി പറഞ്ഞു 7,500 മേടിച്ചോളാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്തു. എന്നതിന് ശേഷം സ്റ്റാഫ് 7,500 എടുത്തു. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ മുഖം മൊത്തം മൂടിയിരിക്കുന്നതുകൊണ്ടൊരു സംശയം തോന്നി. ഫോൺ എടുത്തപ്പോൾ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു 2-3 സ്റ്റെപ്പ് നടന്നു പോയി, പിന്നെ ഓടി ഇവിടുന്ന് രക്ഷപ്പെട്ടു. അതിൻ്റെ വീഡിയോ വ്യക്തമായിട്ടുണ്ട്. ഞാനൊരു ഓഫീസ് ഞാനിപ്പോൾ അങ്ങോട്ട് കൊട്ടിയമ്പല പോവാണേ. പോയിട്ട് 6 മണി 7 മണിയാകുമ്പോൾ വരും. ആ
അതിൻ്റെ പേരെന്നാ പേര് ആ ആ ആ ആ നമ്മളത് കൊടുത്തേക്കാം നമുക്കെന്നാൽ ഒരുമിച്ച് അങ്ങോട്ട് പോകാം 6 മണിയാകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഓ ശരി ആ ആ 16 ആ പറയാം നമ്മളൊരു 16,000 രൂപ കൊണ്ടൊരു ജെയ്സൺ എന്ന് പറഞ്ഞ ആൾ കൊണ്ടത്തിലാണ് മേടിച്ച് വെക്കണം കേട്ടോ 16,000 എഴുതി വെച്ചു ജെയ്സൺ ആ ആ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകും ഓ ശരി 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 ബിന്ദുജ ആ പറയാം വരുവാണെങ്കിലേ എഴുതി വെച്ചു 16,000 കേട്ടോ ആ ആ നമുക്ക് ആദ്യ ഓഫീസിൽ ചെന്നിട്ട് ഒരുമിച്ച് പോകാം ഞാനൊരു 5 മണിക്ക് മുമ്പായിട്ട് വരും ആ 5:30 ആയിക്കോട്ടെ ബിന്ദുജ പറയാം മോളെ ഇവിടെ ക്യാഷായിട്ട് തന്നെ ഉണ്ടെന്ന് ഇവിടെ ക്യാഷായിട്ട് തന്നെ ഉണ്ടെന്ന് ക്യാഷായിട്ട് തന്നെ ഉണ്ടെന്ന് നോക്കാം നോക്കാം ആ ഇത്രയും തോന്നുന്നു ആ ഇരിക്കുന്ന ആ മറ്റതല്ലേ ആ ആ 7,500 ഉണ്ടോന്ന് നോക്കി 7,500 ഇരിക്കുന്നു 7,500 ആയിക്കോട്ടെ 16,000 രൂപ കൊണ്ടുതരും അതിൽ നിന്ന് ഇത് കുറച്ചേച്ച് 7,500 ഇങ്ങോട്ട് തരിക ആ ആ അല്ല ഒരു കാര്യം ചെയ്യാം ആ ശരി കണ്ടോനെ പോയിച്ച് ഒരു മേടിച്ചാൽ മതി കേട്ടോ മേടിച്ച് വെച്ചാൽ മതി ഇത് ഒരു കേരളം വലിയൊരു ദുരന്തത്തിൽ നിൽക്കുമ്പം ഇത് പലരും അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള അത് എങ്ങനെ നമുക്ക് മുതലാക്കിയെടുക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചു പോവുകയാണ്. അതൊരു നല്ല പ്രവണതയല്ല. അതുകൊണ്ടാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്തത്.